ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശ്രുതിയോട് അയാൾ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കാശ് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രുതി പറയും, എൻ്റെ കാശില്ല, നീ ഒരു 2 ദിവസം എനിക്ക് താ, അന്നേരത്തേന് ഞാൻ എങ്ങനെയും കാശ് ഉണ്ടാക്കി തരാമെന്ന്. ആ 2 ദിവസം ഞാൻ നിനക്ക് സമയം തരാം, പക്ഷേ എൻ്റെ കാശ് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ, ഞാനങ്ങ് വരും എന്നുള്ള പരുവത്തിൽ പറയുന്നുണ്ട്. തരാമെന്ന് പറഞ്ഞ് ശ്രുതി അയാളെ പറഞ്ഞു വിടും. അയാൾ പോയി കഴിയുമ്പോൾ ശ്രുതി കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, അവനൊരു ശല്യമായല്ലോ, എന്തു ചെയ്യും, അവനെ എങ്ങനെയും തടഞ്ഞേ പറ്റത്തുള്ളൂ, അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. കുറച്ച് കാശ് കൊടുത്ത് വല്ല കൊട്ടേഷൻകാരെ ഏർപ്പാട് ചെയ്തോലോ എന്ന് ഞാനിപ്പം ഓർക്കുന്നെന്ന് ശ്രുതി പറയും. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, എന്തിനാ വേറെ റൗഡികളെയൊക്കെ തപ്പുന്നത്, നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു ഒന്നാന്തരം റൗഡി, സച്ചി ഏൽപ്പിക്ക്, നിൻ്റെ കല്യാണത്തിനാണെങ്കിൽ അയാളെ തല്ലിയതല്ലേ, അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ തല്ലട്ടെ, നീ എന്ന് അവനോട് പറയാൻ പറയും. നീ ഇങ്ങനത്തെ മണ്ടത്തരം ഒന്നും പറയരുത്, ഇതൊക്കെ സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബജീവിതം തന്നെ തകരത്തില്ലേ എന്നൊക്കെ പറയും. എന്തായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ശ്രുതി. സച്ചിയും കൊണ്ട് രാവിലെ ശ്രുതി കാറിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എവിടെ പോവുകയാണെന്നൊന്ന് പറയാൻ. അത് ഞാനിപ്പോൾ പറയത്തില്ല സച്ചിയേട്ടാ, ഒരു സർപ്രൈസാ, എന്തായാലും സച്ചിയേട്ടൻ വണ്ടി വിടാൻ പറയും. അത് പോകാം, പക്ഷേ എന്നാലും നീ ഇങ്ങനെ പറയാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നതൊക്കെ ചോദിക്കും. എന്തായാലും ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഉടനെ പറയാമെന്ന് പറയും. അപ്പോൾ സച്ചി ചോദിക്കും, നീ ഇന്ന് പുതിയ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കും. ചെറിയൊരു വിശേഷമുണ്ട്, അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞു തരാമെന്ന് പറയും. നീ ഇങ്ങനെ പറയാതിരുന്ന് അങ്ങോട്ട് വണ്ടി ഓടിക്കുക, ലെഫ്റ്റിലോട്ട് ഓടിക്കുക, റൈറ്റിലോട്ട് ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എങ്ങോട്ടാണ് പോകുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ലെന്ന് പറയും. എന്തായാലും ഇനി അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിക്കുന്നൊക്കെ പറയുന്ന ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ അമ്മയുടെ പൂക്കടയൊക്കെ ഉള്ള അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള റോഡല്ലേന്ന്. അതെ, അങ്ങോട്ട് തന്നെയാണ് നമ്മൾ പോകുമെന്ന് പറയും. അമ്പലത്തിൽ തൊഴാൻ പോകുമായിരുന്നു എന്ന് ചോദിക്കും. അതെ, അതുകൊണ്ട് വേറെ ഒരു കാര്യവും കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് രേവതി. എന്നാൽ പിന്നെ ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഉടനെ രേവതി പറയും, അതിനെന്താ, ഞാനിപ്പം പറഞ്ഞല്ലോ, ഇനിയിപ്പം നമുക്ക് അമ്പലത്തിൻ്റെ അവിടോട്ട് വണ്ടി നിർത്താൻ പറയുന്നുണ്ട്. നിൻ്റെ അമ്മയെ കാണാനാണോ അതോ അമ്പലത്തിൽ തൊഴാൻ പോകാനാണോ നീ വന്നെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, ഇത് രണ്ടും ഉണ്ട്, സച്ചേട്ടൻ ഇപ്പം തൽക്കാലം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയും. അന്നേരം ഇവർ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് രേവതിയുടെ അനിയത്തിയും ആങ്ങളെയും അമ്മയൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവരെ കാണുമ്പോഴത്തേന് ഒരുപാട് സന്തോഷത്തോടെ അനിയത്തിയൊക്കെ ഓടി വരുന്നുണ്ട്. സച്ചിൻ രേവതി അമ്പലത്തിനുള്ളിലേക്ക് അവരുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം അവരുടെ അമ്മ പറയുന്നുണ്ട്, മോനെ സച്ചിൻ, നീ രേവതിക്ക് ഒരു താലിമാല മേടിച്ച് കൊടുത്തെന്നറിഞ്ഞപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറയും. അതെ, എനിക്കൊരു താലിമാലയൊക്കെ മേടിച്ച് കൊടുക്കാനുള്ള ആബിറൊക്കെ ഉണ്ട് കേട്ടോ എന്ന് സച്ചി പറയുന്നുണ്ട്. അന്നേരം രേവതി ആ താലിമാല കാണിക്കുന്നുണ്ട് അമ്മയെ. അമ്മ അതെടുത്ത് നോക്കി വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോഴത്തേന് രേവതി ആങ്ങളെ പറയുന്നുണ്ട്, അയ്യോ ഇത് വളരെ ചെറിയ മാലയാണല്ലോ, കുറച്ച് കാശ് കൂടി ഇട്ടിരുന്നെങ്കിൽ കുറച്ച് വലുത് മേടിച്ചു കൂടായിരുന്നു എന്ന്. അപ്പോൾ രേവതി വഴക്ക് പറയുന്നുണ്ട്. അന്നേരം സച്ചി പറയും, എൻ്റെ ഇതിനനുസരിച്ചുള്ള ഇതല്ലേ എനിക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ, എന്തായാലും എൻ്റെ ഭാര്യയ്ക്കൊരു താലിമാലയൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റി, ഇനിയിപ്പം വലുതൊക്കെ പലതും മേടിക്കണം, വലുത് മേടിക്കാൻ ഇപ്പം നിന്നിരുന്നെങ്കിൽ അവളുടെ പല ആവശ്യങ്ങളും ഇനിയുണ്ട്, അതെല്ലാം നടത്തി കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അന്നേരം എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇവരെല്ലാം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേന് സച്ചി ചോദിക്കുന്നുണ്ട്, ഇതെന്നാ നിങ്ങളെല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നെന്ന്. അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട്, മോളെ ആ ഗിഫ്റ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറയും. ഉടനെ ഒരു കവർ എടുത്ത് സച്ചിയുടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും, ഇതെന്താണെന്ന്. ഇതൊരു മുണ്ട് ഷർട്ടുവാ, എത്രയും പെട്ടെന്ന് സച്ചിയേട്ടൻ ഇത് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറയും. ഞാൻ എന്തിനാ ഡ്രസ്സ് മാറുന്നതെന്ന് ചോദിക്കും. എന്തായാലും പോയി മാറിയിട്ട് വാ എന്ന് പറഞ്ഞ് രേവതി പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം സച്ചിയുടെ അളിയന് സച്ചിയെ കൊണ്ട് റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങോട്ട് വരുന്ന തിരുമേനി രേവതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ, പിന്നെ ഇപ്പം മോളെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ എന്ന്. അത് സച്ചിയേട്ടൻ എനിക്കൊരു പൂക്കട ഇട്ട് തന്ന തിരുമേനി, അത് കാരണം രാവിലെ നല്ല തിരക്കാണ്, അമ്പലത്തിലേക്കൊന്നും വരാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് പറയും. അതെന്തായാലും നന്നായി, സച്ചി നിനക്കൊരു പൂക്കടയൊക്കെ ഇട്ട് തന്നല്ലോ, നിനക്ക് ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും, ദേവിയുടെ അനുഗ്രഹമുള്ള കുട്ടിയാണ് നീ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സന്തോഷത്തോടെ അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് തിരുമേനി. അപ്പോൾ അങ്ങോട്ട് സച്ചി ഡ്രസ്സൊക്കെ മാറി വരുന്നുണ്ട്, മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരക്കുട്ടനായിട്ട് വരുന്നുണ്ട്. അന്നേരത്തേന് രേവതിയും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് സച്ചി ആ വേഷത്തിലൊക്കെ വരുമ്പോൾ. വന്ന
ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഡ്രസ്സ്, എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ചേരുന്നുണ്ടെന്നൊക്കെ രേവതി പറയും. അപ്പോൾ തിരുമേനി പറയുന്നുണ്ട്, സച്ചി നീ രേവതിക്കൊരു പൂക്കടയൊക്കെ ഇട്ട് കൊടുത്തല്ലേ, അത് വളരെ നന്നായി എന്നൊക്കെ പറയും. അതേ തിരുമേനി, ഇവക്കിപ്പം നല്ല കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്, ഇപ്പം നല്ലതായിട്ട് കാശൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടല്ലേ അവളിപ്പോൾ എനിക്ക് ഈ ഷർട്ടും മുണ്ടൊക്കെ മേടിച്ച് തന്നത്. ദേവുവിൻ്റെ കയ്യിലേക്ക് കാശ് അയച്ചു കൊടുത്തിട്ടാണ് ഇവളിപ്പം എനിക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് ഇവരെ കൊണ്ട് മേടിപ്പിച്ചെന്നൊക്കെ പറയും. അപ്പോൾ ഇവർക്കെല്ലാം സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ തിരുമേനി ചോദിക്കുന്നുണ്ട്, താലി എന്തിയെ പൂജിക്കാനുള്ളതെന്ന്. ഉടനെ താലി എടുത്ത് രേവതി അമ്മയുടെ കയ്യിൽ കൊടുക്കും. അമ്മ അത് കൊടുക്കുന്നുണ്ട് തിരുമേനിയുടെ കയ്യിൽ. എന്നിട്ട് ഇവരെല്ലാവരും കൂടി തൊഴാനായിട്ട് അങ്ങോട്ട് പോകും. അന്നേരം രേവതി വിളിക്കുകയാണ് സച്ചിയോട്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാന്നൊക്കെ. എന്നിട്ട് ഇവരെല്ലാവരും പോയി നിന്ന് തൊഴുകയാണ്. തൊഴുത് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ വേറൊരു കല്യാണ മണ്ഡപം ഉള്ള ഭാഗത്തേക്ക് സച്ചിയെ വിളിച്ചുകൊണ്ട് രേവതി പോകും. സച്ചി ചോദിക്കുന്നുണ്ട് ഉടനെ, ഇതെന്തിനാണ് നമ്മൾ ഇവിടെ വന്നതെന്ന്. ഇവിടെ ഒരു ചെറിയ ചടങ്ങൂടുണ്ട് എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ പിടിച്ച് അവിടെ നിർത്തുന്നുണ്ട്. അന്നേരം തിരുമേനി കയ്യിൽ പൂജിച്ച താലിയും അതുപോലെ തന്നെ മാലയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം തിരുമേനി പറയും, ആദ്യം മാല ഇട്ടിട്ട് താലി കെട്ടാമെന്ന്. അപ്പോൾ രേവതി പറയും, എന്നാൽ സച്ചിയേട്ടാ മാല എടുക്കുന്നൊക്കെ പറയും. ആദ്യം താലി എടുക്കാൻ പറയുന്ന ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, താലി എടുക്കാനോ, ഞാൻ എന്തിനാ താലി കെട്ടുന്നത്, നമ്മുടെ നാട്ടിൽ സ്ത്രീകളല്ലേ താലി കെട്ടുന്നത്, പുരുഷന്മാരല്ലല്ലോ എന്ന്. ഞാനല്ലേ സച്ചിയേട്ടൻ്റെ ഭാര്യ, അപ്പോൾ എൻ്റെ കഴുത്തിൽ ആ താലി കെട്ടിത്തരാനാ പറഞ്ഞെന്ന് പറയും. ഞാൻ നിന്നെ താലി കെട്ടിയല്ലേ ഇപ്പം ഭാര്യയാക്കിയിരിക്കുന്നത്, പിന്നെ എന്തിനാ വീണ്ടും ഒരു താലി കെട്ടെന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ട്, സച്ചിയേട്ടൻ ചെയ്യാൻ പറയും. അപ്പോൾ തിരുമേനി പറയും, മാല ഇട്ടിട്ട് താലി കെട്ടിയാൽ മതി എന്ന് പറയും. അന്ന് രണ്ടുപേരും മാല എടുക്കാൻ പറയുമ്പോഴത്തേന് രണ്ടുപേരും ഓരോ മാലയൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് സച്ചിൻ രേവതിയും പരസ്പരം മാലയൊക്കെ ഇടും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അന്നേരം തിരുമേനി പറയും, ഇനി സച്ചി താലിയെടുത്ത് രേവതിയുടെ കഴുത്തിൽ കെട്ടാൻ. അപ്പോൾ സച്ചി ഉടനെ അമ്മയുടെ നേരെ തിരിഞ്ഞിട്ട് പറയും, അമ്മ ഈ താലി എടുത്ത് എൻ്റെ കൈ തരാൻ. ഉടനെ അമ്മ പറയും, വേണ്ട മോനെ, ഞാൻ എടുത്തു തരുന്നില്ല എന്നൊക്കെ പറയും. അത് പറ്റില്ല, അമ്മ തന്നെ എടുത്തു തരണമെന്ന് പറയും. അന്നേരം രേവതിയും പറയും, അമ്മ എടുത്ത് തന്നോളാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവരുടെ അമ്മ ആ താലി എടുത്ത് സച്ചിയുടെ കയ്യിൽ കൊടുക്കും. സച്ചി തിരുമേനിയോട് പറയുന്നുണ്ട്, ഞാൻ ഇവളെ മനസ്സോടെയല്ല കല്യാണം കഴിച്ചത്, അച്ഛൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ, അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു എന്നേ ഉള്ളൂ, ഞാൻ ആ സമയത്ത് ഞാൻ ഇവളുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ലായിരുന്നു പറയും. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ഞാനും ഇദ്ദേഹത്തെ സ്നേഹത്തോടെയോ സന്തോഷത്തോടെയോ അല്ല കല്യാണം കഴിച്ചത്, അതുകൊണ്ട് വീണ്ടും ഒരു ഇപ്പോഴാണെങ്കിൽ നല്ലൊരു സ്നേഹമുള്ള സമയമാണ്, അതുകൊണ്ട് വീണ്ടും ഒരു ജീവിതം ഞങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ താലികെട്ടുന്നതെന്നൊക്കെ പറയും. ഇനി നിങ്ങളുടെ ഈ സമയത്ത് ഉള്ള താലികെട്ട് ജീവിതകാലം മുഴുവൻ ഉള്ള നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഈ മുഹൂർത്തം വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് തിരുമേനി ഇവരോട് താലി കെട്ടിക്കൊള്ളാൻ പറയുന്നുണ്ട്. അന്നേരം സച്ചി താലിയെടുത്ത് രേവതിയുടെ കഴുത്തിൽ കെട്ടുകയാണ്. ഇവരെല്ലാവരും പൂവൊക്കെ എറിഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് തിരുമേനി പറയും, ഇനി താലിയിൽ സിന്ദൂരം ചാർത്താൻ. സച്ചി അപ്പം താലിയിൽ സിന്ദൂരം ചാർത്തുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിയുടെ നെറ്റിയിലും സിന്ദൂരം ചാർത്തി കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേന് തന്നെ അവരുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുകയാണ്. അപ്പോൾ സച്ചി കണ്ണുനീരൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരുമേനി പറയും, എല്ലാവരും ദേവിയോട് തൊഴുത് പ്രാർത്ഥിച്ചോളാൻ പറയും. അപ്പോൾ ഇവരെല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോൾ സച്ചിൻ രേവതിയുടെ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ അമ്മ പറയും, മക്കളെ, നിങ്ങൾ ഒരുപാട് നാൾ സ്നേഹത്തോടെ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് തരികയാണെന്നൊക്കെ പറയും. നിങ്ങൾ എത്രത്തോളം വെറുത്താണോ പണ്ട് കല്യാണം കഴിച്ചത്, പക്ഷേ അതിന് 100 മടങ്ങ് നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകാനായിട്ട് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അന്നേരം രേവതി അവരുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യും. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമല്ലേ, നമുക്ക് സന്തോഷത്തോടെ തന്നെ ഇരിക്കാമെന്ന്. എന്നിട്ട് ശരത്തിനോട് പറയും, ശരത്തെ ഒരു സെൽഫി എടുക്കടാ എല്ലാവരുടെയും കൂടെ എന്ന്. അപ്പോൾ ശരത്ത് എല്ലാവരുടെയും കൂടെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം സച്ചി പിന്നെ പറയും, എടാ, ഞങ്ങളുടെ കല്യാണ ഫോട്ടോ വീട്ടിലില്ല, നീ ഞങ്ങളുടെ ഒരു കല്യാണ ഫോട്ടോ എടുക്കാൻ പറയും. സച്ചിൻ രേവതിയും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കല്യാണ ഫോട്ടോ ശരത്ത് എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.